അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഫിത്ർ സക്കാത്തിൻ്റെ കണക്ക് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന്. ഓരോ നാട്ടിലെയും ജനങ്ങൾ പൊതുവായി ഭക്ഷിക്കുന്ന ധാന്യം അത് ഒരു സാ നമ്മൾ കൊടുക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഫർദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഒരു സാ ഈത്തപ്പഴമോ അതല്ലെങ്കിൽ ഗോതമ്പോ സക്കാത്തുൽ ഫിത്റായി നൽകുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി എന്നുള്ളതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ സക്കാത്തുൽ ഫിത്ർ ഒരു സാ ഭക്ഷണമോ ഒരു സാ ഗോതമ്പോ ഒരു സാ ഈത്തപ്പഴമോ ഒരു സാ വെണ്ണയോ ഒരു സാ ഉണക്കമുന്തിരിയോ നൽകാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു സാ ആണ് കണക്ക്, അതാ നാട്ടിലെ ഭക്ഷിക്കുന്ന വിഭവം എന്താണോ അത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സംശയമാണ്, എത്രയാണ് ഒരു സാ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാ ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദെന്നാൽ ഒത്ത വീതിയും നീളമുള്ള കൈക്കുമ്പിൾ, നമ്മൾ 2 കൈ കൂട്ടി പിടിച്ചാൽ കിട്ടുന്ന, അത് പറ്റ ചെറുതല്ല എന്നാൽ വലിയ അതല്ല, ഇടത്തരം കൈക്കൂട്ടി പിടിച്ചാൽ കിട്ടുന്ന അങ്ങനത്തെ 4 കുമ്പിളാണ് പിന്നെ ഒരു മുദ്ദ് പിന്നെ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ 4 മുദ്ദ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സക്കാത്തുൽ ഫിത്റായിട്ട് കൊടുക്കേണ്ടത്. ഏകദേശം നമ്മളെ കണക്കനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2-2.5 3 കിലോത്തോളം എന്ത് ചെയ്യും ഒരു സാ തൂക്കമുണ്ടാകും. അതാണ് നമ്മുടെ നാട്ടിൽ എന്താണോ നമ്മളെ ഭക്ഷ്യവസ്തു അത് നമ്മൾ എന്ത് ചെയ്യണം, ഫിത്ർ സക്കാത്തായി കൊടുക്കണം എന്നുള്ളതാണ്. ഒരു സാ ആണ് കണക്ക്. ഒരു സാ എന്ന് പറഞ്ഞാൽ പിന്നെ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 2 കൈ കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അളവ്, ആ ഒരു കൈ നിറയെ എന്താണോ ഭക്ഷണ വസ്തു കിട്ടുന്നത് അതാണ് ഒരു മുദ്ദ്. അപ്പോൾ അങ്ങനത്തെ 4 മുദ്ദ് കൂടുമ്പോഴാണ് നമുക്ക് എന്താകുന്നത് ഒരു സാ ആകുന്നത്. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏകദേശം 2.5-3 കിലോത്തോളം വരും.